ഓക്കെ, ഹലോ ഓൾ, വെൽക്കം ബാക്ക്. നമ്മളിപ്പം ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആക്ടുകളിൽ മേജർ രണ്ടെണ്ണം നമ്മുടെ റിവിഷൻ വീഡിയോസിൽ കവർ ചെയ്തു. ഇനി അതിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും പഠിച്ചിരിക്കേണ്ട ഒരു ആക്ടാണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972. ഈ ആക്ടിന് ഒരുപാട് അമെൻമെന്റുകൾ വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും നിങ്ങളോട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചിരിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ഏരിയാസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൽ തന്നെ 2022 അമെൻമെന്റ്, അപ്പോൾ സ്ലൈഡിൽ കാണുന്ന പോലെ 2022 അമെൻമെന്റ് ആണ് നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കേണ്ടതായിട്ടും അതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസും വരാൻ നല്ല ചാൻസ് ഉള്ളത്. ഇതിനു മുമ്പ് ചോദിച്ചിരുന്ന റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എക്സാമിന് ഇതിൽ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ കമ്പാരിസൺ നോക്കാം. 2022 അമെൻമെന്റ് പ്രകാരം എന്തൊക്കെ മാറ്റങ്ങളാണ് 1972 ആക്ടിൽ വന്നിട്ടുള്ളത് നോക്കാം. ഈ ആക്ടിന്റെ പ്രധാന ഉദ്ദേശം എന്താണ്? ഒറ്റ ലൈനിൽ പഠിക്കാം. മൃഗങ്ങളെയും സസ്യങ്ങളെയും പിന്നെ മൊത്തത്തിൽ പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ഉൾപ്പെടുത്തുന്നത് വഴി ഇവയെല്ലാം കൺസർവും പ്രൊട്ടക്റ്റും ചെയ്യാൻ വേണ്ടി ഏർപ്പെടുത്തിയ ആക്ടാണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972. ഇതിൽ പ്രധാനപ്പെട്ട ഒരു സെക്ഷൻ നോട്ട് ചെയ്യണം. നിങ്ങൾ സെക്ഷൻ 9 നോട്ട് ചെയ്യേണ്ടത്. അപ്പം സെക്ഷൻ 9 എന്താണ്? ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 വരെ അത് പ്രകാരം നൽകുന്ന മൃഗങ്ങളെയും സസ്യങ്ങളെയും മൃഗങ്ങളെ ഹണ്ട് ചെയ്യരുത്, ഷെഡ്യൂൾ 1 മൃഗങ്ങളെ ഹണ്ട് ചെയ്യരുത് എന്ന് സെക്ഷൻ 9 പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെക്കുക. ഈ സെക്ഷൻ നമ്പർ ഡയറക്റ്റ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ നിന്ന്. അപ്പോൾ ഹണ്ടിങ്ങിന്റെ കേസ് നമ്മൾ കവർ ചെയ്തു. പിന്നെന്താണുള്ളത്? ഓക്കെ, പിന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കമ്പാരിസൺ നമുക്ക് ക്വിക്കായിട്ടൊന്ന് കവർ ചെയ്ത് പോകാം. എന്താണ് പ്രധാന മാറ്റം? എന്താണ് നമുക്ക് കാണാം. 6 നിന്ന് 4 ആക്കി. ഓർക്കുക, ഇതിനു മുമ്പ് കൂടുതൽ ഷെഡ്യൂളുകൾ ഉണ്ടായിരുന്നു, കൂടുതൽ പട്ടികകൾ ഉണ്ടായിരുന്നു. പട്ടികകൾ കുറച്ചു, 6 നിന്ന് 4 ആക്കി. ഈ മാറ്റം എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ആദ്യം ഷെഡ്യൂൾ 1 നേരത്തെ ഉണ്ടായിരുന്നത് ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ആനിമൽസ് ആണെങ്കിൽ, പിന്നെ നമ്മൾ ഷെഡ്യൂൾ 1 ഇങ്ങോട്ട് വന്നപ്പോഴും 2022 അമെൻമെന്റ് വന്നപ്പോഴും ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ ഉള്ള ആനിമൽസിനെയും പ്ലാന്റ്സ് നമ്മൾ ഷെഡ്യൂൾ 1 തന്നെയാണ് ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഷെഡ്യൂൾ 1 കാര്യത്തിൽ ഡൗട്ടില്ലല്ലോ. പിന്നെ ഷെഡ്യൂൾ 2ഉം 3ഉം ആണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. 3ൽ എന്താ ചെയ്തത്? നേരത്തെ ഷെഡ്യൂൾ 6 ഉണ്ടായിരുന്ന ചെടികൾ, സസ്യങ്ങളെയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസർവ് ചെയ്യേണ്ട സസ്യങ്ങളെ നമ്മൾ ഷെഡ്യൂൾ 3ലേക്ക് ഉൾപ്പെടുത്തി. ഷെഡ്യൂൾ 2ൽ എന്ത് ചെയ്തു? 1നെക്കാട്ടിലും കുറച്ച് പ്രൊട്ടക്ഷൻ വേണ്ട ആനിമൽസ് നമ്മൾ ഷെഡ്യൂൾ 2യിലോട്ട് ഉൾപ്പെടുത്തി. അപ്പോൾ ഇപ്പോൾ 3 ഷെഡ്യൂൾ നമ്മൾ പഠിച്ചു. പുതിയ അമെൻമെന്റിലെ 3 ഷെഡ്യൂൾ ആയിട്ടുള്ള ഷെഡ്യൂൾ 1 ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ, ഷെഡ്യൂൾ 2 അതിലും കുറവ് പ്രൊട്ടക്ഷൻ, ഷെഡ്യൂൾ 3 സസ്യങ്ങൾ. ഷെഡ്യൂൾ 4 നമ്മൾ ഇവിടെ ഒരു പുതിയ മാറ്റം വന്നു. ഷെഡ്യൂൾ 4 ഷെഡ്യൂൾ 4 ഏതൊക്കെ സൈറ്റ്സ് ഉടമ്പടി, അതായത് കൺവെൻഷൻ ഓൺ ഇന്റർനാഷണൽ ട്രേഡ് ഇൻ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഓഫ് ഫ്ലോറ ആൻഡ് ഫോണ എന്നറിയപ്പെടുന്ന സൈറ്റ്സ് ഉടമ്പടി പ്രകാരം വന്യജീവിയുടെ വാണിജ്യ വിനിമയം നടത്തുന്ന ഏതൊക്കെ സ്പീഷീസ് ആണോ അതിനെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഷെഡ്യൂൾ 4 ചേർത്തിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ 4 ഷെഡ്യൂളേ ഉള്ളൂ. നേരത്തെ 6ൽ നിന്ന് 4 ആക്കി. ഈ ഓരോ എണ്ണത്തിലുള്ള ഇതിൻ്റെ പ്രത്യേകതയും കറക്റ്റ് മേജർ ഒരു 1 ലൈനർ ഫീച്ചർ എങ്കിലും പഠിച്ചിരുന്നാൽ ഓപ്ഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് ക്വിക്കായിട്ട് റീകളക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് വന്ന ഏറ്റവും വലിയ മേജർ ചേഞ്ച്. നമ്മൾ ഓൾ മേജർ ആക്ടുകളായിട്ടുള്ള 1927 പ്രീവിയസ് വീഡിയോ കവർ ചെയ്തു. അതിനുശേഷം ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് അതിൻ്റെ അമെൻമെന്റ് നമ്മൾ ഡീൽ ചെയ്തു. പിന്നെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് നോട്ട് ചെയ്തിരിക്കേണ്ട സെക്ഷൻ 9 നമ്മൾ നോട്ട് ചെയ്തു. ഹണ്ടിങ് പ്രിവെന്റ് ചെയ്യുന്നത് നോട്ട് ചെയ്തു. ഈ അമെൻമെന്റ് പ്രകാരം മാറിയ ഷെഡ്യൂളുകൾ നമ്മൾ നോട്ട് ചെയ്ത് കവർ ചെയ്ത് ഇത് മൾട്ടിപ്പിൾ ടൈം റിവൈസ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.